നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടം. 3 പഞ്ചായത്തുകൾ LDFിൽ നിന്നും പിടിച്ചെടുത്തു. 4 സീറ്റ് അധികം നേടി UDF. ചൊവ്വന്നൂരിലും ചാലിശ്ശേരിയിലും സിറ്റിംഗ് സീറ്റ് UDF നിലനിർത്തി. ആലങ്കോട് പഞ്ചായത്തിലെ 8ാം വാർഡ് UDFിൽ നിന്നും തിരിച്ചുപിടിച്ച് LDF. ഏകാദശി പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000 ഭക്തിയുടെ പര്യായമായ ചുറ്റുവിളക്കിന്റെ ദീപപ്രഭയിൽ 1 മാസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ഏകാദശിയോടെ സമാപനമാകും. ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജകൾ മാറ്റിയ നടപടിയിൽ ദേവസ്വം ഭരണസമിതിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് നിരീക്ഷിച്ച് സുപ്രീം കോടതി പൂജാ പട്ടിക അതേപടി നിലനിർത്തണമെന്നും നിർദ്ദേശിച്ചു. സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പെരുകുമ്പോഴും പെരുമ്പിലാവ് അക്കിക്കാവ് ജംഗ്ഷനുകളിലെ സിഗ്നൽ നോക്കുകുത്തിയായി തുടരുന്നു. 2 വർഷം മുമ്പ് കണ്ണടച്ച 2 ജംഗ്ഷനുകളിലെയും സിഗ്നൽ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യം. കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. രക്ഷകരായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ബുധനാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ അൽ നൂർ എന്ന ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് തിരിച്ചടി. പാലക്കാട് തച്ചൻപാറ അടക്കം 3 പഞ്ചായത്തുകൾ ഇടതിന് നഷ്ടമാകും. തച്ചൻപാറയ്ക്ക് പുറമെ തൃശൂർ, നാട്ടിക, ഇടുക്കി, കരിമണ്ണൂർ പഞ്ചായത്തുകളിലാണ് ഭരണമാറ്റം. 3 പഞ്ചായത്തുകളിലും UDF അട്ടിമറി വിജയം നേടി. കോട്ടയം അതിരമ്പുഴ 3ാം വാർഡും കൊല്ലം പടിഞ്ഞാറേ കല്ലട 8ാം വാർഡും LDF പിടിച്ചെടുത്തു. കണ്ണൂർ, കണിച്ചാൽ, മാടായി പഞ്ചായത്തുകൾ LDF നിലനിർത്തി. 17ഇടത്ത് UDFും 11ഇടത്ത് LDFും 3 വാർഡിൽ BJPയും വിജയിച്ചു. നാട്ടികയിൽ UDFന് അട്ടിമറി വിജയം. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ P. വിനു 115 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കഴിഞ്ഞ തവണ 260 വോട്ടിന് LDF വിജയിച്ച വാർഡിലാണ് UDFന്റെ അട്ടിമറി വിജയം. ഇതോടെ LDFന് ഭരണം നഷ്ടമായി. ചൊവ്വന്നൂർ ഉപതെരഞ്ഞെടുപ്പ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തി UDF. പഞ്ചായത്തിലെ 3ാം വാർഡ് പൂശപ്പള്ളിയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFും LDFും തമ്മിൽ ശക്തമായ മത്സരമാണ് നടന്നത്. അതിനനുസരിച്ച പ്രചരണവും നടന്നിരുന്നു. BJPയും സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി സെബി മണ്ടുമ്പാലിന് 404 വോട്ടും LDF 379 വോട്ടും BJP 69 വോട്ടും നേടി. 25 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് UDF നേടിയത്. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റിൽ ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റായിരുന്ന ജോൺ മാസ്റ്റർ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. വാർഡ് പിടിച്ചെടുക്കാൻ CPMും BJPയും ശക്തമായ പ്രചരണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. കോൺഗ്രസ് നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. ചാലിശ്ശേരി പഞ്ചായത്തിൽ UDF ഭരണം നിലനിർത്തി. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി K. സുജിത 104 വോട്ടുകൾക്ക് വിജയിച്ചു. നിർണായക വിജയം നേടിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്തിന് മുന്നിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപതെരഞ്ഞെടുപ്പിൽ UDFന് 479 വോട്ടുകളും LDFന് 375 വോട്ടുകളും BJPക്ക് 98 വോട്ടുകളുമാണ് ലഭിച്ചത്. പഞ്ചായത്ത് ഹാളിൽ 2 ടേബിളുകളിലായാണ് വോട്ടെണ്ണൽ നടന്നത്. രാവിലെ 10:00-കകം തന്നെ തിരഞ്ഞെടുപ്പ് ഫലവും പുറത്തുവന്നു. 15 വാർഡുകളുള്ള ചാലിശ്ശേരി പഞ്ചായത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 വാർഡുകൾ കരസ്ഥമാക്കിയാണ് UDF അധികാരത്തിൽ വന്നത്. എന്നാൽ മാസങ്ങൾക്ക് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും 9ാം വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചിരുന്നു. കോൺഗ്രസിലെ പടലപ്പിണക്കം തന്നെയായിരുന്നു രാജിക്ക് കാരണം. തുടർന്ന് പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ വിജേഷ് കുട്ടനെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതിനാൽ തിരഞ്ഞെടുപ്പ് ഫലം ഇരുമുന്നണികൾക്കും നിർണായകമായിരുന്നു. എന്നാൽ അട്ടിമറികൾക്കൊന്നും ഇടം നൽകാതെ വാർഡ് ഭരണവും പഞ്ചായത്ത് ഭരണവും നിലനിർത്താനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. പെരുമ്പിലാവ് ബ്യൂറോക്കൊപ്പം CCTV ന്യൂസ് തൃത്താല. ആലങ്കോട് പഞ്ചായത്തിലെ 18ാം വാർഡ് പെരുമുക്ക് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉജ്ജ്വല വിജയം. 410 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ UDFിൽ നിന്നും വാർഡ് തിരിച്ചുപിടിച്ചത്. ആകെ പോൾ ചെയ്ത 1626 വോട്ടുകളിൽ LDFന് 905, UDF 495, BJP 92, SDPI 134 എന്നിങ്ങനെ വോട്ട് നേടി. ക്ഷേമ പെൻഷൻ വിവാദവുമായി ബന്ധപ്പെട്ട UDFിലെ 18ാം വാർഡ് മെമ്പർ രാജിവെച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്.
19 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDFന് 10, UDFന് 9 സീറ്റുകളായിരുന്നു. പെരുമുക്കിലെ വിജയത്തോടെ ഒരു സീറ്റ് കൂടി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ആഹ്ലാദത്തിലാണ് ഭരണം കൈയാളുന്ന ഇടതുമുന്നണി. ഈ വിജയം ഈ വാർഡിലെ നന്മ നിറഞ്ഞ മുഴുവൻ ആളുകളുടെയും വിജയമാണ്. നന്മയുള്ളവർക്ക് ഈ വിജയം ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ശവന്തീനി ഉറുമ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയവരുടെ പെൻഷൻ തുക, ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ കൊണ്ടുവന്നതാണ് ഈ പെൻഷൻ. മരണപ്പെട്ടു പോയവരുടെ പെൻഷൻ തട്ടിയെടുക്കുക എന്നത് ചരിത്രത്തിൽ ഇന്നേ വരെ നാം കേൾക്കാത്തതാണ്. അത്രയും ദുഷ്ട പ്രവർത്തനം നടത്തുന്നവരാണ് കോൺഗ്രസ്, UDF എന്നത് നാം ഇവിടെ അനുഭവം കൊണ്ട് ബോധ്യപ്പെടുകയാണ്. ആ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ മനസ്സിൽ വൈകാരികവും പ്രയാസകരവുമായ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ വിജയം. ഇനി ഏകാദശി വിശേഷം. ഏകാദശി പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000 എത്തി. ഭക്തിയുടെ പര്യായമായ ചുറ്റുവിളക്കിന്റെ ദീപപ്രഭയിൽ ഒരു മാസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ഏകാദശിയോടെ സമാപനമാകും. ദശമി ദിവസമായ ചൊവ്വാഴ്ച മുതൽ ഭക്തരുടെ വലിയ തിരക്കായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി തുറന്ന ക്ഷേത്രനട ഇതുവരെ അടച്ചിട്ടില്ല. വ്യാഴാഴ്ച ദ്വാദശിപ്പണ സമർപ്പണം കഴിഞ്ഞ് രാവിലെ 9 മണിയോടെയാണ് ക്ഷേത്രനടയടയ്ക്കുക. പിന്നീട് വൈകിട്ട് 3:30 തുറക്കുക. ദേവസ്വം വക ചുറ്റുവിളക്കോടെയാണ് ക്ഷേത്രത്തിൽ ഏകാദശി ആഘോഷിക്കുന്നത്. നൂറ്റാണ്ടുകളായി ഏകാദശി ദിവസം ഉണ്ടാകാറുള്ള ഉദയാസ്തമന പൂജ ഇത്തവണയില്ല. ഭക്തർക്ക് ഇടതടവില്ലാതെ സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യത്തിനായാണ് ദേവസ്വം ഉദയാസ്തമന പൂജ ഒഴിവാക്കിയത്. രാവിലെ 6:30 പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. പല്ലശന മുരളി, കലാമണ്ഡലം ഹരിനാരായണൻ എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി. കെ സുഭാഷിന്റെ നേതൃത്വത്തിലുള്ള നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ രാവിലെ 9 മണിക്ക് മുമ്പ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തി. രാവിലെ നടന്ന വിശേഷാൽ കാഴ്ചശീവേലിക്ക് കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. ഗുരുവായൂർ ശശിമാരാരുടെ നേതൃത്വത്തിൽ മേളം അകമ്പടിയായി. ഭക്തർക്ക് ദേവസ്വം ഏകാദശി വിഭവങ്ങളോടെയുള്ള പ്രസാദൂട്ട് നൽകി. അന്നലക്ഷ്മി ഹാളിലും തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലുമാണ് പ്രസാദൂട്ട് നൽകിയത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രത്തിൽ VIP ദർശനം അനുവദിച്ചില്ല. ക്ഷേത്രനഗരിയിൽ കർശന ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. 300ഓളം പോലീസുകാരെയാണ് ക്ഷേത്രനഗരിയിൽ വിന്യസിച്ചിരിക്കുന്നത്. കൂടുതൽ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർക്ക് പുറമെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ സേവനവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രഥം എഴുന്നള്ളിപ്പുണ്ടാകും. രാത്രി വിളക്കെഴുന്നള്ളിപ്പ് 11 തുടങ്ങി വെളുപ്പിന് 2 സമാപിക്കുക. ഏകാദശി വ്രത പൂർണ്ണതയ്ക്കായി ഭക്തർ വ്യാഴാഴ്ച ദ്വാദശി പണസമർപ്പണം നടത്തും. വേദജ്ഞർക്ക് ദക്ഷിണ നൽകി തുളസീതീർത്ഥം സേവിക്കുന്നതോടെയാണ് ഏകാദശി വ്രതം പൂർണ്ണമാവുക. ദ്വാദശി ഊട്ടും ഉണ്ടാകും. വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ഏകാദശി ചടങ്ങുകൾ സമാപിക്കുക. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ഏകാദശിയുടെ ഭാഗമായി നടന്ന പ്രസാദ ഊട്ടിൽ 40,000-ലേറെ ഭക്തർ പങ്കെടുത്തു. ഗോതമ്പ് ചോറ്, രസക്കാളൻ, പുഴുക്ക്, അച്ചാർ എന്നിവയായിരുന്നു വിഭവങ്ങൾ. ഗോതമ്പ് പായസവും ഉണ്ടായിരുന്നു. പതിവ് പോലെ പാള പ്ലേറ്റിലാണ് പ്രസാദ ഊട്ട് വിളമ്പിയത്. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 9 മണിയോടെ പ്രസാദ ഊട്ട് ആരംഭിച്ചു. ഉച്ചയ്ക്ക് 3:30 അവസാനം വരി നിന്നെത്തിയ ഭക്തനും പ്രസാദ ഊട്ട് നൽകി. അന്നലക്ഷ്മി ഹാളിലും അതിനോട് ചേർന്നുള്ള പന്തലിലും വൈകി എത്തിയവർക്കെല്ലാം പ്രസാദ ഊട്ട് നൽകി. 4:15 സമാപിച്ചത്. വിദഗ്ധരായ 120ഓളം പേരെ പ്രസാദ ഊട്ട് വിളമ്പാൻ ചുമതലപ്പെടുത്തിയിരുന്നു. കൂടാതെ ദേവസ്വം ജീവനക്കാരും ഉണ്ടായിരുന്നു.
ഏകാദശിക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി വരി നിന്നിരുന്ന 30ഓളം പേർ തളർന്നു വീണു. 13 പേർ ദേവസ്വം ആശുപത്രിയിൽ ചികിത്സ തേടി. ഉച്ചയ്ക്ക് ശേഷമാണ് വരി നിന്നിരുന്ന ഭക്തർ തളർന്നു വീണത്. 50 വയസ്സിന് മുകളിലുള്ളവരാണ് കൂടുതലും ചികിത്സ തേടിയത്. ആറ്റിങ്ങൽ സ്വദേശികളായ 10 വയസ്സായ 2 കുട്ടികളും തളർന്നു വീണു. ആക്സിന്റെ 2 ആംബുലൻസുകളിലായാണ് തളർന്നു വീണവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഏകാദശിക്ക് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരക്ക് കാരണം 9 മണിക്കൂറോളം വരി നിന്നാണ് പലർക്കും ദർശനം നടത്താനായത്. ക്ഷേത്രത്തിൽ നിന്നും കൗസ്തുഭം റെസ്റ്റ് ഹൌസ് വഴി ടൗൺ ഹാൾ വരെ ഏകദേശം 1 കിലോമീറ്ററോളം വരി നീണ്ടു. ചുട്ടുപൊള്ളുന്ന വെയിലും ഭക്തരെ വലച്ചു. തിരക്കിനിടയിൽ നിരവധി പേരുടെ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. 4 പേർ ടെമ്പിൾ പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജകൾ മാറ്റിയ നടപടിയിൽ ദേവസ്വം ഭരണസമിതിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി പൂജാ പട്ടിക അതേപടി നിലനിർത്തണമെന്നും നിർദ്ദേശിച്ചു. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിക്കാണ് ഉദയാസ്തമന പൂജകൾ നടക്കാറുള്ളത്. അത് തുലാമാസത്തിലേക്ക് ദേവസ്വം ഭരണസമിതി മാറ്റിയിരുന്നു. ഇത് ആചാരങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തന്ത്രി കുടുംബം സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. വർഷങ്ങളായി തുടരുന്ന ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്നും ഗുരുവായൂർ ദേവസ്വം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പൂജാ പട്ടിക അതേപടി തുടരണമെന്നും ജസ്റ്റിസ് JK മഹേശ്വരി അധ്യക്ഷയായ ബെഞ്ച് നിർദ്ദേശിച്ചു. ബുധനാഴ്ചയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശി. അതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന് കഴിഞ്ഞ ദിവസം ഹർജിക്കാർ സുപ്രീം കോടതി രജിസ്ട്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച മാത്രമേ ഹർജി പരിഗണിക്കാൻ കഴിയുകയുള്ളൂവെന്ന് രജിസ്ട്രി അറിയിച്ചു. ആചാരങ്ങൾ മാറ്റുന്നത് ദേവഹിതത്തിനെതിരാകുമെന്ന് ചൂണ്ടിക്കാട്ടി പുഴക്കര ചേന്നാസില്ലത്തെ അംഗങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഉദയാസ്തമന പൂജ മാറ്റുന്നത് ക്ഷേത്രത്തിന്റെ ചൈതന്യത്തെ ബാധിക്കുമെന്നും അഭിഭാഷകൻ കാർത്തിക് മുഖേന ഫയൽ ചെയ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. 10,000 എത്തിച്ചേരുന്ന ഏകാദശി ദിവസം ഭക്തർക്ക് സുഗമമായി ദർശനം നടത്താൻ വേണ്ടിയാണ് ഉദയാസ്തമന പൂജ മാറ്റിയതെന്നാണ് ദേവസ്വം പറയുന്നത്. കേസിൽ സുപ്രീം കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പറഞ്ഞു. അതിനെതിരെ അവർ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തതായിട്ട് അറിഞ്ഞു. അത് ഇന്ന് സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്ത് പരിഗണനയ്ക്ക് വന്നിരുന്നു. ആ പരിഗണനയ്ക്ക് വന്നപ്പോൾ അത് എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. ഫയലിൽ സ്വീകരിച്ച് എതിർകക്ഷികൾക്ക് നോട്ടീസ് നൽകുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന വിവരമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. ദേവസ്വം ഭരണസമിതിയുടെ അഭിഭാഷകനോട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു. CCTV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസാദകൂട്ടിനാവശ്യമായ 12 ലക്ഷം രൂപയുടെ സ്റ്റീൽ പാത്രങ്ങൾ വഴിപാടായി ലഭിച്ചു. കുടിവെള്ളം നൽകാനുള്ള 7000 സ്റ്റീൽ ഗ്ലാസുകൾ, 300 ജാറുകൾ, 300 ബേസിനുകൾ, കുട്ടകങ്ങൾ, സ്പൂണുകൾ, പായസം നൽകാനാവുന്ന ചെറിയ സ്റ്റീൽ ഗ്ലാസുകൾ എന്നിവയാണ് വഴിപാടായി ലഭിച്ചത്. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ പാത്രങ്ങൾ ഏറ്റുവാങ്ങി. ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ പ്രമോദ് കളരിക്കൽ, KS മായാദേവി, മാനേജർ VC സുനിൽകുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. സിംഗപ്പൂരിലെ വ്യവസായി രാജേഷ് M ഉണ്ണി 10 ലക്ഷം രൂപയുടെ സ്റ്റീൽ പാത്രങ്ങളും, പ്രകാശൻ പൊള്ളാച്ചി, പ്രദീപ് ചെന്നൈ, ശാന്തി ശങ്കർ ഷൊർണൂർ എന്നിവർ 2 ലക്ഷം രൂപയുടെ സ്റ്റീൽ പാത്രങ്ങളുമാണ് വഴിപാടായി സമർപ്പിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. കിഴൂർ കാർത്തിക മഹോത്സവം വെള്ളിയാഴ്ച നടക്കും. കുന്നത്തെ പുരാഘോഷ കമ്മിറ്റിയുടെ കൂറ്റൻ പന്തൽ സ്വിച്ച് ഓൺ കർമ്മം നടന്നു. കുന്നംകുളത്തെ ഉത്സവങ്ങളുടെ വരവറിയിച്ചുകൊണ്ടുള്ള മേഖലയിലെ ആദ്യ ഉത്സവമായ കിഴൂർ കാർത്തിയനി ദേവീക്ഷേത്രത്തിലെ കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് കുന്നത്തെ പുരാഘോഷ കമ്മിറ്റി ഒരുക്കിയ കൂറ്റൻ പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് നടത്തിയത്. വിവേകാനന്ദ കോളേജ് മൈതാനത്താണ് പന്തൽ സ്ഥാപിച്ചത്. എടപ്പാൾ നാദം പന്തൽ വർക്ക്സ് ആണ് കൂറ്റൻ പന്തൽ നിർമ്മിച്ചിട്ടുള്ളത്. വൈകിട്ട് 6:30 കമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് പന്തലിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. കിഴൂർ പൂരം CCTV തത്സമയം സംപ്രേഷണം ചെയ്യും. പ്രാദേശിക ചാനലിലൂടെയാണ് സംപ്രേഷണം. CCTV യൂട്യൂബ് ചാനലിലൂടെയും തത്സമയ സംപ്രേഷണം ഉണ്ടാകും. കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. രക്ഷകരായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം മുനയ്ക്കകടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ബുധനാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ അൽനൂർ എന്ന ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 10 നോട്ടിക്കൽ മൈൽ അകലെ ചേറ്റുവഴിമുഖത്തിന് തെക്കുപടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മുനക്കക്കടവ് സ്വദേശി പോണേക്കാരൻ വീട്ടിൽ മുഹമ്മദ് അലി എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള
അൽനൂർ എന്ന ബോട്ടും മുനക്കക്കടവ് സ്വദേശികളായ 8 മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തമായ കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. രാവിലെ 6:30 വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ ഷൈബു VM, ഷിനിൽകുമാർ ER, പ്രശാന്ത് കുമാർ VN, റെസ്ക്യൂ ഗാർഡുമാരായ പ്രസാദ്, വിപിൻ, ബോട്ട് സ്രാങ്ക് റഷീദ്, എഞ്ചിൻ ഡ്രൈവർ ഹുസൈൻ എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മത്സ്യബന്ധനയാനങ്ങൾ വാർഷിക അറ്റകുറ്റപ്പണികൾ കൃത്യമായി നടത്താത്തതും കാലപ്പഴക്കം ചെന്ന ബോട്ടുകൾ ഉപയോഗിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതുകൊണ്ടും കടലിൽ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. ഈ ആഴ്ചയിൽ തന്നെ 2ാമത്തെ യാനമാണ് ഇത്തരത്തിൽ കടലിൽ അകപ്പെടുന്നത്. ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ ചേറ്റുവയിലും അഴീക്കോടും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെടെ ഫിഷറീസ് സ്റ്റേഷനും സജ്ജമാണെന്നും തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തനൂരാൻ അറിയിച്ചു. CCTV ന്യൂസ്, ചാവക്കാട്. മൈസൂരിലുണ്ടായ വാഹനാപകടത്തിൽ തിരുവത്ര അത്താണി സ്വദേശിയായ MBBS വിദ്യാർത്ഥി മരിച്ചു. തിരുവത്ര എർച്ചമീട്ടിൽ പാലപ്പെട്ടി യൂസഫ് മകൻ 22 വയസ്സുള്ള ആബിൻ യൂസഫാണ് മരിച്ചത്. മൃതദേഹം മൈസൂർ നെഞ്ചങ്കോട് സർക്കാർ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ സുഹൃത്തുക്കളുമൊത്ത് 2 ബൈക്കുകളിൽ വയനാട്ടിലേക്ക് പോകവെ ഫർഹാൻ സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു പിക്കപ്പ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ നെഞ്ചങ്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. മൈസൂർ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് സെന്ററിലെ 1ാം വർഷ മെഡിസിൻ വിദ്യാർത്ഥിയാണ് അബിൻ. റംഷീന മാതാവാണ്. മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിൽ കൊണ്ടുവന്ന് ഖബറടക്കും. തൃശൂർ കൊട്ടേക്കാട് സ്കൂട്ടറിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി മുളവനം കവിയത്ത് വീട്ടിൽ ഉദയന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. 25 വയസ്സാണ്. ബൈക്കിന്റെ ഇന്ധന ടാങ്ക് ചോർന്ന് തീപിടിച്ചതാണെന്നാണ് സംശയം. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ബൈക്ക് റോഡിൽ തെന്നി വീഴുകയായിരുന്നു. ബൈക്ക് മറിഞ്ഞ ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തതാണ് തീപിടിക്കാൻ കാരണം. ഷോർട്ട് സർക്യൂട്ട് മൂലം തീപ്പൊരി ഉണ്ടാവുകയായിരുന്നു. ടാങ്കിൽ നിന്നും ചോർന്ന ഇന്ധനത്തിലേക്ക് അതിവേഗം തീപിടിച്ചു. 50% പൊള്ളലേറ്റ വിഷ്ണുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ബുധനാഴ്ച രാവിലെയോടെയാണ് മരണം. ബൈക്ക് പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത്. കോർപ്പറേഷന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു. പിന്നീട് കഴിഞ്ഞ 1 മാസമായി പുതിയ സ്ഥാപനത്തിൽ ജോലിക്ക് പോയി തുടങ്ങിയിരുന്നു. രതി മാതാവും വിധുന്യ MU സഹോദരിയുമാണ്. കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഹോം സ്റ്റേ സംരംഭകർക്കായി ഗുരുവായൂരിൽ പഠന ക്ലാസ് സംഘടിപ്പിച്ചു. കേരള ടൂറിസം തൃശൂർ ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംഭാസ് ഉദ്ഘാടനം ചെയ്തു. ഹാറ്റ്സ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് PM പുഷ്പാങ്കദൻ അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ശാരിക V നായർ ക്ലാസ് എടുത്തു. ഹാറ്റ്സ് ഡയറക്ടർ MP ശിവദത്തൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ ദേവിക ദിലീപ്, വിനായകൻ അയ്യൻകുന്നേൽ, PD ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചോട്ടിലപ്പാറ പാലം ഇനി ചരിത്രം. തൂവാനൂർ ചോട്ടിലപ്പാറ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചിരുന്ന ചോട്ടിലപ്പാറ പാലം പൊളിച്ചു നീക്കി. പുതിയ പാലം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് 1/2 നൂറ്റാണ്ടിലേറെ കാലം പഴക്കമുള്ള പാലം പൊളിച്ചുമാറ്റിയത്. 6 വർഷം മുമ്പുണ്ടായ പ്രളയത്തിൽ പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ ഒരു ഭാഗം തകർന്നിരുന്നു. കൂടാതെ പാലത്തിന്റെ ഭാഗങ്ങളിലും തകർച്ചയുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിക്കുന്നതിന് തീരുമാനിച്ചിരുന്നു. എന്നാൽ പാലത്തിന്റെ വീതിയും നീളവും കുറവായതിനാൽ റീബിൽഡ് പദ്ധതി പ്രകാരം പാലം നിർമ്മിക്കാൻ അനുമതി ലഭ്യമാക്കാത്ത സ്ഥിതിയായിരുന്നു. മുരളി പെരുന്നെല്ലി MLA മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടു നടത്തിയ ഇടപെടലുകൾ വിജയം കണ്ടതോടെയാണ് പാലം പുനർനിർമ്മിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയതിനെ തുടർന്നാണ് പഴയ പാലം പൊളിച്ചു നീക്കിയത്. 1971 ചോട്ടിലപ്പാറ പാലം ചൂണ്ടൽ പഞ്ചായത്തിലെ 15ാം വാർഡ് തൂവാനൂരിൽ നിർമ്മിച്ചത്. 53 വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് പാലം പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 100 കണക്കിന് യാത്രികരും വാഹനങ്ങളും സഞ്ചരിക്കാനായി ഉപയോഗിച്ചിരുന്നതാണ് പൊളിച്ചുമാറ്റിയ പാലം. പുതിയ പാലത്തിന്റെ നിർമ്മാണം അടുത്ത ദിവസങ്ങളിൽ ആരംഭിക്കും. പാലം പൊളിച്ച സാഹചര്യത്തിൽ യാത്രക്കാർ തൂവാനൂർ ചിറപ്പറമ്പ് വഴിയും കേച്ചേരി ആളൂർ വഴിയും സഞ്ചരിക്കണമെന്ന് ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അറിയിച്ചു. 15ാം വാർഡ് ചോട്ടിലപ്പാറ പാലം ഈ ദുരിതകാലയുടെ ഭാഗമായിട്ട് ഇന്ന് മുതൽ ഇവിടെ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് കാരണം ഗതാഗതം നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്. ഇതുവഴി വരുന്ന വണ്ടികൾ ആളൂർ വഴി കേച്ചേരിയിലേക്കും അതുപോലെ ചെറുപ്പറമ്പ് ട്യൂബേജ് വഴി പോകേണ്ടത്. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,90 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. RK കുര്യൻ ആൻഡ് കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല. CCTV ന്യൂസ്, കേച്ചേരി.
24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഡിസംബർ 16, 17, 18 തീയതികളിൽ കേച്ചേരിയിൽ നടക്കുന്ന കുന്നംകുളം ഏരിയ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം CPM ചെറുനെല്ലൂർ കിഴക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കേക്ക് നിർമ്മാണ മത്സരം സംഘടിപ്പിച്ചു. ചെറുനെല്ലൂർ കിഴക്ക് ബ്രാഞ്ച് ഓഫീസിൽ നടന്ന കേക്ക് നിർമ്മാണ മത്സരം CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം PT ജോസ് അധ്യക്ഷനായി. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ആൻസി വില്യംസ്, സുനിത ഉണ്ണികൃഷ്ണൻ, ഹക്കിം എന്നിവർ സംസാരിച്ചു. ലോക്കൽ അതിർത്തിയിലെ വിവിധ ബ്രാഞ്ചുകളിൽ നിന്നായി പ്രായഭേദമന്യേ 15 മത്സരാർത്ഥികൾ കേക്ക് നിർമ്മാണ മത്സരത്തിൽ പങ്കെടുത്തു. രുചിയുടെ പെരുമതീർത്ത മത്സരത്തിൽ മൂസിന ഷെരീഫ് പട്ടിക്കര 1-ാം സ്ഥാനത്തിനും ഷഹന ജാബിർ ചെറുനെല്ലൂർ 2-ാം സ്ഥാനത്തിനും ഷനിത റാഫി ആയമുക്ക് 3-ാം സ്ഥാനത്തിനും അർഹരായി. പ്രമുഖ ഷെഫായ AK പരമേശ്വരൻ, ആൻസി വില്യംസ് എന്നിവർ വിധികർത്താക്കളായി. മത്സര വിജയികൾക്ക് ഡിസംബർ 15-ന് കേച്ചേരിയിൽ നടക്കുന്ന സാംസ്കാരിക സംഗമത്തിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും. പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. ചൂണ്ടൽ പഞ്ചായത്തിലെ ചൂണ്ടൽ ഗുരുവായൂർ റോഡിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. കണ്ടൻചിറ സ്റ്റോപ്പിന് സമീപത്ത് മാസങ്ങൾക്ക് മുമ്പ് പൈപ്പ് പൊട്ടിയെടുത്ത് തന്നെയാണ് വീണ്ടും തകർച്ച നേരിട്ടത്. ഗുണമേന്മയില്ലാത്ത പൈപ്പുകൾ ഉപയോഗിക്കുന്നതാണ് അടിക്കടി ഇങ്ങനെ സംഭവിക്കാൻ കാരണമാകുന്നത്. ഉദ്യോഗസ്ഥരും കരാറുകാരും തമ്മിലുള്ള അവിശുദ്ധ സഖ്യമാണ് ഇത്തരത്തിൽ മോശം പൈപ്പുകൾ ഇടുന്നതിന് കാരണമാകുന്നതെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. വേനൽക്കാലം കണക്ക് മുമ്പ് തന്നെ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് പല പ്രദേശങ്ങളിലും അനുഭവിക്കുന്നത്. ചൂണ്ടൽകുന്നിലെ വാട്ടർ ടാങ്കിലേക്കും കൂനമുച്ചി മേഖലയിലേക്കും വെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പാണ് മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തകർന്ന് വെള്ളം പാഴാകുന്നത്. ഇതേ തുടർന്ന് ആയിരക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായിക്കൊണ്ടിരിക്കുന്നത്. റോഡിനടിയിലൂടെ കടന്നുപോകുന്ന പൈപ്പ് അടിക്കടി പൊട്ടുന്നത് മൂലം BMBC നിലവാരത്തിൽ നിർമ്മിച്ച റോഡിനും തകർച്ച നേരിടുന്നുണ്ട്. സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പെരുകുമ്പോഴും പെരുമ്പിലാവ് അക്കിക്കാവ് ജംഗ്ഷനുകളിലെ സിഗ്നൽ നോക്കുകുത്തിയായി തുടരുന്നു. 2 വർഷം മുമ്പ് കണ്ണടച്ചതാണ് ഇരു ജംഗ്ഷനുകളിലെയും സിഗ്നൽ ലൈറ്റുകൾ. അറ്റകുറ്റപ്പണി നടത്തണമെന്ന് നാട്ടുകാരും ഡ്രൈവർമാരും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. സംസ്ഥാനപാത വികസനത്തിന്റെ ഭാഗമായി നടത്തിയ നവീകരണത്തിന് ശേഷമാണ് അപകടങ്ങൾ വർദ്ധിച്ചത്. റോഡ് വീതി കൂടിയതോടെ വാഹനങ്ങൾ അമിത വേഗത്തിലാണ് കടന്നുപോകുന്നത്. 1-ാം ഘട്ടം ടാറിംഗ് പൂർത്തിയാക്കിയതൊഴിച്ചാൽ റോഡ് മാർക്കിംഗ്, അപകടസൂചന ബോർഡുകൾ, റിഫ്ലക്ടർ, വേഗതാ നിയന്ത്രണ സംവിധാനങ്ങൾ, ലൈൻ സെപ്പറേറ്റർ, ക്യാമറകൾ തുടങ്ങിയവയൊന്നും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. സിഗ്നൽ പ്രവർത്തിക്കുന്ന സമയത്ത് സംസ്ഥാനപാതയിലെ വാഹനങ്ങളുടെ അമിത വേഗതയ്ക്ക് ശമനമുണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് മുറിച്ചുകടക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണുള്ളത്. കുന്നംകുളം, ചങ്ങരംകുളം, കൂറ്റനാട് എന്നീ പ്രധാന പട്ടണങ്ങളുടെ ഇടയ്ക്ക് പെരുമ്പിലാവിലും അക്കിക്കാവ് ബൈപ്പാസ് ജംഗ്ഷനിലും മാത്രമാണ് സിഗ്നൽ സംവിധാനമുള്ളത്. ഈ 2 സിഗ്നലുകളും വർഷങ്ങളായി പ്രവർത്തിക്കുന്നില്ല. അറ്റകുറ്റപ്പണിയുടെ ചുമതല കെൽട്രോണിനുണ്ടായിരുന്ന സമയത്ത് കൃത്യമായി പരിപാലിച്ചിരുന്നതാണ്. അധികൃതർ എത്രയും വേഗം ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ അപകടങ്ങൾ തുടർക്കഥയാകും. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ഒറ്റയിനി ആക്കിപ്പറമ്പ് റോഡരികിലെ തോട്ടിൽ മാലിന്യം തള്ളിയവർക്കെതിരെ പുന്നൂർ പഞ്ചായത്ത് പിഴ ഈടാക്കി. 3 ചാക്കുകളിലായാണ് മാലിന്യം നിക്ഷേപിച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ബ്ലോക്ക് മെമ്പർ ജിസ്ന ലത്തീഫ്, വാർഡ് മെമ്പർ C അഷ്റഫ് എന്നിവർ പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു. പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, IRTC കോർഡിനേറ്റർ BS ആരിഫ എന്നിവർ നടത്തിയ പരിശോധനയിലാണ് ദേശീയപാത നിർമ്മാണ കരാർ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷൻ ലേബർ ക്യാമ്പിലെ തൊഴിലാളികളാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയത്. നിഖിൽ സിംഗ്, കുന്ദൻകുമാർ, പ്രതിഭാകുമാരി എന്നിവരാണ് മാലിന്യം തള്ളിയത്. ഇവർക്കെതിരെ 20,000 രൂപ പിഴ ഈടാക്കിക്കൊണ്ടുള്ള നോട്ടീസ് പഞ്ചായത്ത് സെക്രട്ടറി കൈമാറി. പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മിനി മാസ് ലൈറ്റുകളുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ മുക്കിലപ്പിടിക സെന്റർ, ഉദയ ക്ലബ്ബ് പരിസരം, ചിറ്റിലങ്ങാട്, കടങ്ങോട് പള്ളി, ഇയ്യാൽ കിഴക്കുമുറി, മനപ്പടി ജംഗ്ഷൻ, മരത്തങ്കോട് മെട്രോ എന്നിവിടങ്ങളിലാണ് മിനി മാസ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. 8 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. കടങ്ങോട് പഞ്ചായത്ത് ജനകീയ ഭരണസമിതി തുടർഭരണം നേടി 50 മാസം തികയുന്നതിന്റെ ഭാഗമായി നടത്തുന്ന 50 പദ്ധതികളുടെ 50 ഉദ്ഘാടനങ്ങൾ നിർവഹിക്കാൻ തീരുമാനിച്ചു. ജനകീയ ഭരണസമിതിയുടെ 50 പദ്ധതികളുടെ 50 ഉദ്ഘാടനങ്ങളിലെ ആദ്യ ഉദ്ഘാടനമാണ് നടന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയും 3-ാം വാർഡ് മെമ്പറുമായ ബീന രമേശ്, കടങ്ങോട് ഗ്രാമീണ വായനശാല പ്രസിഡന്റ് UV ഗിരീഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. CPIM 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ഡിസംബർ 20, 21, 22, 23 തീയതികളിലായി
പാവർട്ടിയിൽ ചേരുന്ന മണലൂർ ഏരിയ സമ്മേളനത്തിന്റെ പതാക ദിനം ആചരിച്ചു. ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോൾ മാസ്റ്റർ പടിയിൽ നടന്ന പതാക ദിനാചരണം ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി BR സന്തോഷ് അധ്യക്ഷനായി. ആഷിഖ് വലിയകത്ത്, CF രാജൻ, RA അബ്ദുൽ ഹക്കീം, AC രമേശ്, ലതി വേണുഗോപാൽ, TC ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. പാർട്ടി അംഗങ്ങളുടെ വീടുകളിലും ബ്രാഞ്ച് ലോക്കൽ കേന്ദ്രങ്ങളിലും പാർട്ടി പതാക ഉയർത്തി ദിനാചരണം സംഘടിപ്പിച്ചു. നൂറടിത്തോട്ടിലെ വെള്ളക്കെട്ട് മൂലം പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലം പണി വൈകുന്നു. കോൾപ്പടവുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി പമ്പിംഗ് ഊർജിതമാക്കിയതോടെ നൂറടിത്തോട് നിറയുകയായിരുന്നു. പാലം നിർമ്മിക്കുന്ന ഭാഗത്ത് വെള്ളം നിറഞ്ഞതോടെ നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയായി. 2005 ആദ്യം പാലം പണി തുടങ്ങിയത്. പാലം പണി പാതി വഴിയിൽ നിലച്ചതോടെ നാട്ടുകാർ കഷ്ടത്തിലായി. പിന്നീട് 2018 പാലം ചെക്ക് ഡാമിന്റെ നിർമ്മാണം തുടങ്ങി. എന്നാൽ കരാർ എടുത്തയാൾ പാതി വഴിയിൽ നിർത്തിയതോടെ സർക്കാർ ഇടപെട്ട് ഇയാളെ ഒഴിവാക്കി. പിന്നീട് റീടെൻഡർ നൽകി പുതിയ കരാറുകാരൻ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. പാലത്തിന്റെ 6 ബീമുകളിൽ 3 എണ്ണത്തിന് മുകളിൽ സ്ലാബുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണം പൂർത്തിയാക്കാനുണ്ട്. മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിൽ സായുധ സേനാ വാരാചരണത്തിന്റെ ഭാഗമായി സെമിനാറും സമ്മാന വിതരണവും നടന്നു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക CT കൊച്ചു ത്രേസ്യ അധ്യക്ഷയായി. PJ സ്റ്റൈജു മാസ്റ്റർ കുട്ടികളുമായി സംവദിച്ചു. അധ്യാപകരായ മോണിക്ക തോമസ്, CA ജാസ്മി, അനീറ്റ എന്നിവർ സംസാരിച്ചു. ഉപജില്ലാതല മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ സമ്മാനമായി നൽകി. വിദ്യാർത്ഥികളായ ബദ്രിനാഥ്, യാദവ് കൃഷ്ണ, വർഗീസ് നോബിൻ, റയാൽ ലെസ്റ്റിൻ, ആരുഷ് ചന്ദ്രൻ, ജോനാഥ് എന്നിവർ നേതൃത്വം നൽകി. പുന്നൂർക്കുളം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന കേരളോത്സവം സമാപിച്ചു. 118 പോയിന്റ് നേടി സ്കിൽ ഗ്രൂപ്പ് അണ്ടത്തോട് ഓവറോൾ കിരീടം നേടി. ട്രോഫി കരസ്ഥമാക്കിയപ്പോൾ 91 പോയിന്റ് നേടി വെസ്റ്റേൺ കുമാരൻപടി 2ാം സ്ഥാനം കരസ്ഥമാക്കി. ആർട്സ് ഇനത്തിൽ വാരിയേഴ്സ് പുന്നൂക്കാവും, ഗെയിംസ് ഇനത്തിൽ വെസ്റ്റേൺ കുമാരൻപടിയും, അത്ലറ്റിക് ഇനത്തിൽ സ്കിൽ ഗ്രൂപ്പ് അണ്ടത്തോട് ഓവറോൾ ട്രോഫികൾ കരസ്ഥമാക്കി. നവംബർ 23 വടക്കേക്കാട് മൂന്നാംകല്ല് യൂത്ത് ഫോഴ്സ് പാർക്കിൽ കാൽപന്ത് കളിയോടുകൂടി ആരംഭിച്ച പുന്നൂർക്കുളം പഞ്ചായത്ത് കേരളോത്സവം ഡിസംബർ 8 ഞായറാഴ്ച വന്നേരി സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ അത്ലറ്റിക് മത്സരത്തോടുകൂടിയാണ് സമാപനം കുറിച്ചത്. പുന്നൂർ പഞ്ചായത്ത് ഗ്രൗണ്ട്, കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വന്നേരി സ്കൂൾ ഗ്രൗണ്ട്, അണ്ടത്തോട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ എന്നിവിടങ്ങളിൽ വെച്ചായിരുന്നു മത്സരങ്ങൾ നടത്തിയത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് പുന്നൂർക്കുളം പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സമാപന സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാറിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് കേരളോത്സവം കോർഡിനേറ്റർ നാസർ ഹുസൈൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. പുന്നൂർക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർമാരായ PS അലി, ഗോകുൽ അശോകൻ, ഹാജറ കമറുദ്ദീൻ, പഞ്ചായത്ത് സ്റ്റാഫ് അരുൺ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് ജീവനക്കാരായ ജസീന ഷജീർ, ജിപ്സ ജേക്കബ്, ഗോപി കൃഷ്ണ, ഐമി സെബാസ്റ്റ്യൻ, PK ജലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നൂർക്കുളം. പുന്നൂർക്കുളം പഞ്ചായത്ത് 2024-25 ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ആദ്യഘട്ട മുട്ടക്കോഴി വിതരണം നടത്തി. പരൂർ മൃഗാശുപത്രി പരിസരത്ത് നടത്തിയ വിതരണ ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് EK നിഷാർ അധ്യക്ഷനായിരുന്നു. വെറ്റിനറി ഡോക്ടർ നിയാസ്, വാർഡ് മെമ്പർ ഹാജിറ, ദേവകി ശ്രീധരൻ, സുജി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 1000 പേർക്ക് ഒന്നിന് 10 രൂപ നിരക്കിൽ 5 കോഴികളെയാണ് വിതരണം ചെയ്തത്. പ്രാദേശിക ഫാമിൽ നിന്നും 45-നും 50-നും ഇടയ്ക്ക് ദിവസപ്രായമായ വാക്സിൻ നൽകിയ കോഴികളെയാണ് കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നത്. കരുതലുകൾ വിഫലമാക്കി മണിക്കുട്ടി യാത്രയായി. അജ്ഞാത വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് വഴിയിൽ കിടന്നുപിടഞ്ഞ് മരണത്തോട് മല്ലടിച്ച 1.5 മാസം മാത്രം പ്രായമുള്ള പട്ടിക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനുള്ള 2 യുവാക്കളുടെ ശ്രമം പാഴായി. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ 10:45 മനക്കുടി തെക്കുമുറിയിൽ വെച്ചാണ് പട്ടിക്കുട്ടിയെ അജ്ഞാത വാഹനമിടിച്ച് അപകടം സംഭവിച്ചത്. ജീവന് വേണ്ടി പിടഞ്ഞ പട്ടിക്കുട്ടിയെ അതുവഴി വന്ന കണ്ണൂർ ഇരിട്ടി സ്വദേശിയും ഒളരി ധനലക്ഷ്മി പെയിന്റ് കടയിലെ ഡ്രൈവറുമായ KB അജിത്താണ് ആദ്യം കണ്ടത്. രാവിലെ കടയിലേക്ക് തിരക്ക് പിടിച്ച് തന്റെ ബുള്ളറ്റിൽ പോവുകയായിരുന്നു അജിത്ത്. ജീവന് വേണ്ടി കരഞ്ഞുകൊണ്ടിരുന്ന പട്ടിക്കുട്ടിയെ കയ്യിലെടുത്ത് എന്തു ചെയ്യണമെന്നറിയാതെ ഉപേക്ഷിക്കാൻ മനസ്സനുവദിക്കാത്തതുമൂലം പകച്ചുനിന്ന അജിത്തിന്റെ അരികിലേക്ക് പഞ്ചായത്ത് അംഗമായ K രാഗേഷും സഹായത്തിനെത്തി.
കാർഡ്ബോർഡ് പെട്ടിയിലാക്കി വെറ്റിനറി ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതോടെ മരണത്തോട് മല്ലടിച്ച പട്ടിക്കുട്ടിയെ ഓട്ടോറിക്ഷ വിളിച്ച് തൃശൂർ കൊക്കാലയിലെ വെറ്റിനറി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അടിയന്തര ചികിത്സയ്ക്ക് വിധേയമാക്കുകയും എക്സ്റേ എടുക്കുകയും ചെയ്തു. താടിയെല്ലിന് കാര്യമായി പരിക്കേറ്റുവെന്ന് എക്സ്റേയിൽ ബോധ്യമായി. തുടർന്ന് ഇഞ്ചക്ഷനും മറ്റു മരുന്നുകളും നൽകി. കാർഡ്ബോർഡ് പെട്ടിയിൽ സുരക്ഷിതമായി ചാഴൂർ വേലുമാൻപടിയിലുള്ള അജിത്ത് വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെത്തിച്ചു. അമ്മ ബിന്ദുവും ഭാര്യ ഷാലുവും വേണ്ടത്ര പരിചരണവും മരുന്നും നൽകി പരിപാലിച്ചുവെങ്കിലും മണിക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെ പട്ടിക്കുട്ടി മരിച്ചു. ശൈശവദശ പിന്നിടുന്ന പട്ടിക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ലെങ്കിലും കെ.ബി. അജിത്തും കെ. രാഗേഷും കാട്ടിയ കരുണയ്ക്കും കരുതലിനും വിലമതിക്കാനാവില്ല. അപകടങ്ങളിൽ പരിക്കേറ്റ് വഴിയരികിൽ കിടക്കുന്ന മനുഷ്യരെപ്പോലും തിരിഞ്ഞു നോക്കാത്ത ഈ കെട്ടകാലത്ത് പട്ടിക്കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഇരുവരും നടത്തിയ പരിശ്രമം സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയാണ്. CCTV ന്യൂസ് കേച്ചേരി. വേലൂർ പഞ്ചായത്ത് 12ാം വാർഡിൽ ലൈഫ് പദ്ധതി വിജയകരമായി നടപ്പാക്കിയ മെമ്പർ CD സൈമണെ ചേർത്തല ഗ്രീൻ വില്ല റെസിഡൻസ് അസോസിയേഷൻ ആദരിച്ചു. റെസിഡൻസി ഭാരവാഹി ലിജോ ചിറയത്ത് അധ്യക്ഷത വഹിച്ചു. ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ ആന്റണി മുഖ്യാതിഥിയായിരുന്നു. CDS മെമ്പർ ലേഖ ബജീഷ്, മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ PP രാമചന്ദ്രൻ, ലോറൻസ് അറക്കൽ, ഗിരി കൊമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. CD സൈമണെ ചേർത്തല നിവാസികൾ പൊന്നാട അണിയിച്ച് ഉപഹാരം കൈമാറി. യോഗത്തിൽ ക്യാൻസർ രോഗികൾക്ക് മുടി ദാനം ചെയ്ത 9 വയസ്സുകാരി VS വേദയെ ആദരിച്ചു. CPM ചാവക്കാട് ഏരിയ സമ്മേളനത്തിന് വ്യാഴാഴ്ച മുതൽ അണ്ടത്തോട് തുടക്കമാകും. സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള പതാക കോട്ടപ്പുറത്തു നിന്നും രക്തസാക്ഷി KP വത്സലൻ ബലികുടീരത്തിൽ നിന്നും കൊണ്ടുപോയി. നിരവധി ബൈക്കുകളുടെയും അത്ലറ്റുകളുടെയും അകമ്പടിയോടെയാണ് പതാക പ്രയാണം നടത്തിയത്. പൊതുയോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ AH അക്ബർ, വൈസ് ക്യാപ്റ്റൻ TV സുരേന്ദ്രൻ, ജാഥ മാനേജർ KH സലാം, MLA NK അക്ബർ, CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി TT ശിവദാസൻ, അംഗങ്ങളായ KK മുബാറക്, മാലിക്കുളം അബ്ബാസ്, KV അഷ്റഫ്, SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്, CPM ലോക്കൽ സെക്രട്ടറിമാരായ AA മഹേന്ദ്രൻ, അശോകൻ ചാവക്കാട്, ലത്തീഫ്, ജോസ് എന്നിവർ സംസാരിച്ചു. CPIM ചാവക്കാട് ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ദീപശിഖ യാത്ര സമ്മേളന നഗരിയിലെത്തി. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്ക് തെക്കത്ത് കൃഷ്ണൻ ബലികൂടത്തിൽ നിന്നാണ് ദീപശിഖ പ്രയാണയാത്ര ആരംഭിച്ചത്. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം NK അക്ബർ MLA ദീപശിഖ യാത്ര ക്യാപ്റ്റനും ഏരിയ കമ്മിറ്റി അംഗവുമായ ഷീജ പ്രശാന്തിന് ദീപം കൈമാറി. ഫാത്തിമ ലീനസ് അധ്യക്ഷത വഹിച്ചു. V താജുദ്ദീൻ സ്വാഗതവും EP സുഭാഷ് നന്ദിയും പറഞ്ഞു. നിരവധി കായിക താരങ്ങളുടെ അകമ്പടിയോടുകൂടി ആരംഭിച്ച ദീപശിഖ യാത്ര സമ്മേളന നഗരിയിൽ സമാപിച്ചു. CPIM വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പതാക ജാഥ നടത്തി. S ബസന്തലാൽ ക്യാപ്റ്റനായും KM അഷ്റഫ് വൈസ് ക്യാപ്റ്റനായും KG ഗോപിനാഥൻ മാനേജറായും നടത്തിയ ജാഥ വെള്ളാറ്റഞ്ഞൂരിലുള്ള ASN നമ്പീശൻ മാസ്റ്ററുടെ സ്മൃതി കുടീരത്തിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. ബൈക്കുകളുടെ അകമ്പടിയോടെ നടത്തിയ ജാഥയ്ക്ക് പന്നിത്തടം, പാഴിയോട്ടുമുറി, മങ്ങാട്, കുണ്ടന്നൂർ ചുങ്കം എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. വെള്ളാറ്റഞ്ഞൂരിൽ KV ഫ്രാൻസിസ്, പന്നിത്തടത്ത് അഡ്വക്കേറ്റ് KM നൌഷാദ്, പാഴിയോട്ടുമുറിയിൽ UV ഗിരീഷ്, മങ്ങാട് PC അബാൽമണി, കുണ്ടന്നൂരിൽ MS സിദ്ധൻ എന്നിവർ അധ്യക്ഷരായി. CPMന്റെയും വർഗ ബഹുജന സംഘടനകളുടെയും ഭാരവാഹികളും പ്രവർത്തകരും ജാഥ ക്യാപ്റ്റനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. ഡിസംബർ 12, 13, 14 തീയതികളിലായാണ് വടക്കാഞ്ചേരിയിൽ ഏരിയ സമ്മേളനം നടക്കുന്നത്. 14-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്യും. സേവ്യർ ചിറ്റ്ലിപ്പള്ളി MLA, KV നഫീസ, TK വാസു തുടങ്ങിയവർ പങ്കെടുക്കും. CCTV ന്യൂസ് എരുമപ്പെട്ടി. ചിറ്റണ്ട ശ്രീ കാർത്തിനി ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന മാതൃഭാഷാ കഥ ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു. ബുധനാഴ്ച രാവിലെ വിഷ്ണു സഹസ്രനാമജപം, സമൂഹ പ്രാർത്ഥന, വിദ്യാഗോപാല ജപം, തുടർന്ന് ഭാഗവത സംഗ്രഹ പാരായണം, ക്ഷേത്ര പ്രദക്ഷിണം, അഭിഷേകം എന്നിവ നടന്നു. നിവേദ്യമായി പായസം, തേൻ എന്നിവ നൽകി. യജ്ഞാചാര്യൻ മുരളീധരൻ നമ്പീശൻ, യജ്ഞപൗരാണിക രാധാദേവി വരവൂർ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ സുരേഷ് ബാബു, TA ഉണ്ണികൃഷ്ണൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഴഞ്ഞി KSEB ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ NK അബ്ദുൾ മജീദ്, സോണി സക്കറിയ, ശശിധരൻ കണ്ടമുള്ളി, യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശ്രാവൺ, സുബ്രു ഐനൂർ എന്നിവർ സംസാരിച്ചു.
എം ഉദയശങ്കർ, സജു കെ ഡേവിഡ്, ടി കെ മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നേതൃത്വത്തിൽ കേരള ഫാർമസ്യൂട്ടിക്കൽ ഹൈപ്പർമാർട്ടും സഹകാർ സ്മാർട്ട് ക്ലിനിക്കും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. 60ഓളം പരിശോധനയും സ്ത്രീകൾക്കായി സ്തനാർബുദ പരിശോധനയുമാണ് നടത്തിയത്. ക്യാമ്പ് ഹെൽത്ത് സ്റ്റോറി MD മുഷ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. നാസിമുദ്ദീൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൂത്തോടത്ത് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സഹകാർ ടീം അംഗങ്ങളായ ഡോക്ടർ റാഫി, ഡോക്ടർ ഇർഫാൻ, ഫവാസ്, ഷംനാസ്, രാഹുൽ, ഷമീർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട് പാർട്ട്ണർമാരായ യൂനുസ്, ഇബ്രാഹിം, സവാദ്, ഷമീർ, കുഞ്ഞു, അബ്ദു രണ്ടത്താണി എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 7295 രൂപ, പവന് 58,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 101 രൂപ. ചരമം. കുന്നംകുളം IM പറമ്പ് സ്രോതസ് വില്ലേജിൽ താമസിക്കുന്ന തൊഴിയൂർ സഭാംഗമായ ചൊവ്വലൂർ ബെന്നി നിര്യാതനായി 60 വയസ്സായിരുന്നു. മിനി ഭാര്യയും ജെന്നിഫർ, ക്രിസ്റ്റഫർ എന്നിവർ മക്കളുമാണ്. സംസ്കാരം തൊഴിയൂർ മലബാർ സ്വതന്ത്ര സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടന്നു. പഴഞ്ഞി പട്ടിത്തടം പയ്യുവളപ്പിൽ പരേതനായ അബ്ദുള്ളക്കുട്ടി മകൻ മൊയ്തീൻ എന്ന മൊയ്തു നിര്യാതനായി 60 വയസ്സായിരുന്നു. ആയിഷ ഭാര്യയും റിഷാദ്, ഹാഫിൽ, ഇർഫാൻ, റിസ്വാന എന്നിവർ മക്കളുമാണ്. ഖബറടക്കം ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. പെരുമ്പിലാവ് അംബേദ്കർ നഗറിൽ താമസിക്കുന്ന ഇതുക്കര കുഞ്ഞുമോൻ നിര്യാതനായി 65 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. സുധയാണ് ഭാര്യ. സിജി, സിമി, സുനീഷ് എന്നിവർ മക്കളാണ്. പഴഞ്ഞി ചെറുതുരുത്തി മുതിരമ്പറമ്പത്ത് വീട്ടിൽ ലക്ഷ്മി നിര്യാതയായി 89 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് അയനൂർ ശാന്തി മഠം ക്രിമിറ്റോറിയത്തിൽ. ശങ്കരൻ ഭർത്താവും പ്രേമാവതി, സുബ്രഹ്മണ്യൻ, ഗീത, മഹേന്ദ്രൻ, പരേതനായ മനോജ് എന്നിവർ മക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ UDFന് നേട്ടം. 3 പഞ്ചായത്തുകൾ LDFിൽ നിന്നും പിടിച്ചെടുത്തു. 4 സീറ്റ് അധികം നേടി UDF. ചൊവ്വന്നൂരിലും ചാലിശ്ശേരിയിലും സിറ്റിംഗ് സീറ്റ് UDF നിലനിർത്തി. ആലങ്കോട് പഞ്ചായത്തിലെ 8ാം വാർഡ് UDFിൽ നിന്നും തിരിച്ചുപിടിച്ച് LDF. ഏകാദശി പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000-ങ്ങളെത്തി. ഭക്തിയുടെ പര്യായമായ ചുറ്റുവിളക്കിന്റെ ദീപപ്രഭയിൽ 1 മാസം നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് ഏകാദശിയോടെ സമാപനമാകും. ഗുരുവായൂർ ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജകൾ മാറ്റിയ നടപടിയിൽ ദേവസ്വം ഭരണസമിതിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ആചാരങ്ങൾ അതേപടി തുടരേണ്ടതായിരുന്നുവെന്ന് നിരീക്ഷിച്ച് സുപ്രീം കോടതി പൂജാ പട്ടിക അതേപടി നിലനിർത്തണമെന്നും നിർദ്ദേശിച്ചു. സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പെരുകുമ്പോഴും പെരുമ്പിലാവ് അക്കിക്കാവ് ജംഗ്ഷനുകളിലെ സിഗ്നൽ നോക്കുകുത്തിയായി തുടരുന്നു. 2 വർഷം മുമ്പ് കണ്ണടച്ച ഇരു ജംഗ്ഷനുകളിലെയും സിഗ്നൽ ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാവശ്യം. കടലിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. രക്ഷകരായി ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം. മുനയ്ക്കക്കടവ് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും ബുധനാഴ്ച പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ അൽ നൂർ എന്ന ബോട്ടിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.